Hi friends, we have almond choco praline cake recipe. Now, this is a 1.5 kg cake. This cake is very easy and very tasty cake. Customers demand cake. This cake is 1 kg weight. We have 1 cup maida measurement correct 1 kg cake ready. This cake is chocolate sponge ready. We have 1 cup maida. 1 cup maida. We have 1 cup 125 ml cup എടുത്തതിന് ശേഷം അതിൽ 2 ടേബിൾസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം ബാക്കി മൈദ ഇട്ട് ഇതുപോലെ ഫിൽ ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ 1.5 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 3 തവണ ഇതുപോലെ അരിപ്പയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ബൗൾ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 6 എഗ്ഗാണ് വേണ്ടത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ എഗ് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു ഫോമിൽ ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/3 കപ്പ് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലോർ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആദ്യം കുറച്ച് ഫ്ലോർ ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മിൽക്കും ഫ്ലോറും ഇടവിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടോട്ടൽ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് 3-4 ടേബിൾ സ്പൂൺ മിൽക്കാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നല്ല ഹോട്ട് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ചിന് നമുക്ക് ഹോട്ട് മിൽക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോട്ട് മിൽക്കിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് എഫക്റ്റ് കേക്കിന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ടൈറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മിൽക്ക് ഓവറായിട്ട് ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിൽക്ക് ഓവറായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. നമ്മുടെ കേക്ക് ടിൻ 9 ഇഞ്ച് കേക്ക് ടിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 160 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല നമ്മൾ ഈ സെയിം ബാറ്റർ നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ബാറ്റർ കൂടുതലുള്ളത് കാരണം ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ കവർ മൂടി വെച്ചിരിക്കുന്ന മൂടി ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യാനുള്ള ഗനാഷ് നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ്സ് നമുക്ക് കൂടിയാലും നമുക്ക് അതിനനുസരിച്ചുള്ള ടേസ്റ്റ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗനാഷ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒഴിച്ചതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നീട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രീം കേക്ക് ബോർഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ്
വച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ക്രീം വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രലൈൻ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിലൊക്കെ ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിതിൽ പ്രലൈൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആൽമണ്ട്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പ്രലൈൻ ഇട്ട് കൊടുക്കാം. പ്രലൈൻ ഓവറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത കേക്ക് ബോർഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. വച്ച് ഒരു അരമണിക്കൂറൊക്കെ സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഫൈനലൈസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കുറച്ച് തിക്നെസ്സിൽ തന്നെ നമുക്ക് ഫൈനൽ കോട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ തന്നെ നമുക്ക് ഫൈനൽ കോട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഫൈനലായിട്ട് ഐസിങ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് കേക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്ത കേക്കിലേക്ക് നമുക്കിതുപോലെ ഗനാഷ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഗനാഷ് കുറച്ച് തിക്കാക്കി നന്നായിട്ട് ചൂടാറി തിക്കായതിന് ശേഷം ഡ്രിപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഗനാഷ് ചെയ്തെടുക്കാം. എല്ലാം നമ്മുടെ ഡിസൈൻസ് എല്ലാം നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്തെടുക്കാം. ശേഷം നമ്മളിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻസാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു ഡിസൈൻ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രലൈൻ ഇതുപോലെ ജസ്റ്റ് ഒരു ബോർഡർ പോലെ ജസ്റ്റേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് സൈഡ്സ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഐഡിയ പോലെ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് റെഡിയാക്കി നോക്കാനായിട്ട് മറക്കരുത്. പ്രലൈൻ എങ്ങനെ റെഡിയാക്കാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രലൈൻ നമുക്ക് ആൽമണ്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്യൂ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പീനട്ട് വെച്ചിട്ടായാലും നമുക്ക് ഈ പ്രലൈൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാ പീനട്ട് ക്യാൻഡി കപ്പലണ്ടി മിഠായി വെച്ചിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനലായിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് 2 ചോക്ലേറ്റ് ഡെക്കറേഷൻസ് നമ്മളിതുപോലെ ഒന്ന് കേക്കിൻ്റെ മുകളിലൊന്ന് വച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻസ് എല്ലാം നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.